ഭൂമിയിലേക്ക് ഒരു ജീവന്റെ വരവിന് കാരണഭൂതയാകുന്നവളാണ് സ്ത്രീ. ആ സ്ത്രീയുടെ അവകാശങ്ങൾക്കും അഭിമാനത്തിനും ഉറപ്പേറെയുണ്ടെന്ന് ലോകം മുഴുവൻ ഉദ്ഘോഷിക്കുന്ന ദിനമാണിത്, ലോക വനിതാ ദിനം. ഇന്നും നാം കേട്ടു ലജ്ജിച്ച് തല താഴ്ത്തേണ്ടുന്ന ചില വാർത്തകൾ, നമ്മുടെ രാജ്യത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന വാർത്തകൾ. കർണാടകയിലെ ഹംപിയിൽ വിദേശ യുവതിയടക്കം 2 പേർ ക്രൂര ബലാത്സംഗത്തിനിരയായ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതിലൊന്ന്. അക്രമകാരികളായ ആ മനുഷ്യമൃഗങ്ങൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ കനാലിലേക്ക് തള്ളിയിട്ട് കൊല്ലുകയും ചെയ്തു. അതൊക്കെ അങ്ങ് കർണാടകയിലല്ലേ എന്ന് ചിന്തിക്കുന്നവരാകും നമ്മളിൽ ചിലരെങ്കിലും. എന്നാൽ അങ്ങനെ അങ്ങ് ആശ്വസിക്കാൻ വരട്ടെ. ഇങ്ങ് ഇടുക്കിയിൽ നിന്നും നമ്മൾ മറ്റൊരു വാർത്തയും കേട്ടു. അസം സ്വദേശിനി കൂട്ട ബലാത്സംഗത്തിനിരയായ വാർത്ത. ഇനിയും മാറാത്ത വൈകൃത മനസ്സുകളുടെ കരാള ഹസ്തങ്ങൾക്ക് ഇരയായ സഹോദരിമാരെ വേദനാപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പോലീസ് പെട്രോൾ തുടങ്ങുകയാണ്. സ്വാഗതം. ഈ വനിതാ ദിനമായ ഇന്ന് കേരളത്തിൽ നിന്ന് നമ്മൾ കേട്ടത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ജോലി തേടിയെത്തിയ അസം സ്വദേശിനിയെ ബലാത്സംഗത്തിന് ഇരയാക്കി. ഭർത്താവിനൊപ്പം എത്തിയ യുവതിയാണ് അസം സ്വദേശികളായ 4 പേർ ചേർന്ന് ഉപദ്രവിച്ചത്. സംഭവത്തിൽ പ്രതികളായ സദ്ദാം, അജിമുദ്ദീൻ, കൈറുൾ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവർ പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട്. അസം സ്വദേശികളായ സദ്ദാം ഹുസൈൻ, അജിമുദ്ദീൻ, കൈറുൾ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രിയാണ് അസം സ്വദേശിനിയും ഭർത്താവും കുട്ടിയും ജോലി തേടി നെടുങ്കണ്ടത്തെത്തിയത്. തുടർന്ന് സദ്ദാം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം ഇയാളുടെ മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. ഭർത്താവിനെയും കുട്ടിയെയും ഒരു മുറിയിൽ ഇരുത്തിയ ശേഷം യുവതിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. സദ്ദാമാണ് യുവതിയെ പീഡിപ്പിച്ചത്. മറ്റ് പ്രതികളും ലൈംഗിക അതിക്രമം നടത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തെന്ന് യുവതി പോലീസിൽ മൊഴി നൽകി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പോലീസ് അന്വേഷിച്ച് വരവേ ഇവിടെ അടുത്ത് തന്നെ ടൗണിലുണ്ട് എന്ന് പേര് ലഭിച്ചതിനെ തുടർന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആൾക്കാർ നൽകിയ വിവരമനുസരിച്ച് മറ്റ് 4 പ്രതികളെയും ഇന്ന ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കേസ് രജിസ്റ്റർ ബലാത്സംഗത്തിന് ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4 പ്രതികളെയും അവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി. രാവിലെ നെടുങ്കണ്ടം ടൗണിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യുവതിയെയും ഭർത്താവിനെയും കുട്ടിയെയും കണ്ട നാട്ടുകാർ വിവരം തിരക്കുകയും പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ബലാത്സംഗ വിവരം പുറത്തറിയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നാലെ ചതിക്കപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മളിപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അല്ലെ? അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇൻസ്റ്റഗ്രാം വഴി പ്രണയം നടിച്ച് 16-കാരിയെ പീഡിപ്പിച്ചയാൾ മലപ്പുറത്ത് പിടിയിലായിരിക്കുന്നു. വല്ലപ്പുഴ ചെറുകോട് സ്വദേശി ഷിബിലയാണ് അറസ്റ്റിലായത്. വയനാട്ടിൽ നിന്ന് മലപ്പുറം വളാഞ്ചേരിയിൽ എത്തിച്ചാണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയത്തിലായ 16-കാരിയെ മലപ്പുറത്തെത്തിച്ച് പീഡനത്തിനിരയാക്കിയ കേസിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. വല്ലപ്പുഴ ചെറുകോട് സ്വദേശി തിരുത്തുമ്മൽ ഷിബിലിയാണ് പിടിയിലായത്. വളാഞ്ചേരി പോലീസാണ് ഷിബിലിയെ ചെറുകോട് നിന്ന് അറസ്റ്റ് ചെയ്തത്. വയനാട് സ്വദേശിയായ പെൺകുട്ടിയെ പ്രണയം നടിച്ച് മലപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി. പെൺകുട്ടി വയനാട് പോലീസിൽ നൽകിയ പരാതി വളാഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഷിബിലി പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. തുടർന്ന് വയനാട്ടിൽ നിന്ന് വളാഞ്ചേരിയിൽ ബസ്സിറങ്ങിയ പെൺകുട്ടിയെ ചെറുകോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇയാൾക്കെതിരെ സമാന പരാതികളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 തിരൂർ. വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കയ്യറപ്പില്ലാതെ കൊലപ്പെടുത്തിയ പ്രതി അഫാനുമായി ആദ്യ കേസിൽ ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം.
പിതാവിന്റെ ഉമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തി സ്വർണം പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും ചുറ്റിക വാങ്ങിയ കടയിലും എത്തിച്ചായിരുന്നു അഫാനുമായി ഇന്ന് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഇരു സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പ്രതിയുടെ മാനസിക നില വിശദമായി പരിശോധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അന്വേഷണ സംഘം കത്ത് നൽകുകയും ചെയ്തു. നിഷ്ഠൂരമായ കൊലപാതകങ്ങൾക്ക് പ്രതി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും വാപ്പുമ്മയെ കൊലപ്പെടുത്തി സ്വർണം കവർന്ന് പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലുമായിരുന്നു തെളിവെടുപ്പ്. ആൾക്കൂട്ടം ഒഴിവാക്കാൻ രാവിലെ തന്നെ തെളിവെടുപ്പ് നടത്തി. ഇരു സ്ഥാപനങ്ങളിലും ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. കാര്യമായ ഭാവവ്യത്യാസമൊന്നും പ്രതിയിൽ പ്രകടമായില്ല. പണയം വെച്ച തുക നേരത്തെ കടം വാങ്ങിയിരുന്ന മറ്റു ചിലർക്ക് ഓൺലൈനായി അയച്ചു കൊടുത്തിരുന്നു. ഉമ്മയെയും കാമുകിയെയും അനുജനെയും ആക്രമിച്ച വീട്ടിലേക്ക് ഇവർ വരാനുള്ള സാധ്യത ഒഴിവാക്കാനാണ് കൃത്യം നടന്ന ദിവസം പണം അയച്ചു കൊടുത്തത്. പിതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ പാങ്ങോട്ടെ വീട്ടിലും പേരുമലയിൽ പ്രതിയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. വെഞ്ഞാറമൂട് പോലീസും വൈകാതെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. പിതാവിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇനിയും അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനുണ്ട്. പ്രതിയുടെ മാനസിക നില വിശദമായി പരിശോധിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അന്വേഷണ സംഘം കത്ത് നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിനെ കണ്ട് MDMA പാക്കറ്റ് വിഴുങ്ങി യുവാവ് മരിച്ചെന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് കേട്ടത് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നാണ്. താമരശ്ശേരി മൈക്കാവ് സ്വദേശിയായ 28-കാരനായ ഷാനിദാണ് മരിച്ചത്. ഇന്നലെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഗൾഫിലെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം ഷാനിദ് ലഹരി കച്ചവടത്തിൽ സജീവമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നൈറ്റ് പെട്രോളിംഗിനിടയിൽ താമരശ്ശേരി പോലീസ് സംശയാസ്പദമായ നിലയിൽ ഒരു യുവാവിനെ കാണുന്നു. പോലീസിനെ കണ്ടതും ഓടിയ യുവാവിനെ ഓടിച്ചിട്ടു പിടിച്ചു. കയ്യിൽ ലഹരി സാധനങ്ങൾ ഒന്നുമില്ല. പിന്നെ എന്തിനോടി എന്നതായി സംശയം. ചോദ്യം ചെയ്യലിനൊടുവിൽ ഷാനിദ് സത്യം പറഞ്ഞു. കയ്യിൽ MDMA പൊതികൾ ഉണ്ടായിരുന്നു. ഓടുന്നതിനിടയിൽ ഈ പൊതികൾ വിഴുങ്ങി. ഷാനിദുമായി പോലീസ് നേരെ മെഡിക്കൽ കോളേജിലേക്ക്. എൻഡോസ്കോപ്പി പരിശോധനയിൽ വയറിനുള്ളിൽ വെളുത്ത തരികൾക്കൊപ്പം 2 പ്ലാസ്റ്റിക് കവറും കണ്ടെത്തി. അപകടം തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി പൊതി പുറത്തെടുക്കാൻ തീരുമാനിച്ചു. ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ രാവിലെ 11:15 ഷാനിദ് മരിച്ചു. അമിത അളവിൽ ലഹരി ഉള്ളിൽ ചെന്നതാണോ വയറിനുള്ളിലെ പ്ലാസ്റ്റിക് സാന്നിധ്യമാണോ മരണകാരണം എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ന്യൂസ് 18 കോഴിക്കോട്. ലഹരി വിൽപ്പനയുടെയും കച്ചവടത്തിന്റെയും വാർത്ത കേട്ട് മടുത്തിട്ടുണ്ടാകും മലയാളത്തിന്. ഇവിടെ ഇതാ ഒരു 10 വയസ്സുള്ള സ്വന്തം മകനെയാണ് അച്ഛൻ ലഹരി കച്ചവടത്തിനായി ഉപയോഗിച്ചതെന്നുള്ള വാർത്തയാണ് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് വരുന്നത്. തിരുവല്ല സ്വദേശിയാണ് മകന്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ച് കച്ചവടം നടത്തിയിരിക്കുന്നത്. MDMA പൊതികളാക്കി മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചായിരുന്നു വിതരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ അന്തർ സംസ്ഥാന ലഹരി മരുന്ന് മാഫിയ തലവനാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. MDMA കച്ചവടത്തിന് മറയാക്കിയത് സ്വന്തം മകനെ. MDMA പ്ലാസ്റ്റിക് കവറിൽ പൊതികളാക്കും. ഈ ലഹരി മരുന്ന് പൊതികൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചുവെക്കും. പിന്നീട് ബൈക്കിലും കാറിലും 10 വയസ്സുകാരനുമായി സഞ്ചരിച്ചായിരുന്നു ലഹരി മരുന്ന് വിതരണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു കച്ചവടം. ലഹരി കച്ചവടത്തിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഡാൻസ് ഓഫ് സംഘവും തിരുവല്ല പോലീസും ചേർന്ന് 3.78 ഗ്രാം MDMA പിടിച്ചെടുത്തത്. കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഇയാളിത് മിക്കവാറും ഇത് സെയിൽ ചെയ്യുന്നത്.
മറ്റു പ്രൊഫഷനൊന്നുമില്ല. ഈ ഡ്രഗ്സ് വിറ്റ് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിന് ഒരു വലിയൊരു വിപത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. എക്സൈസുകാരും ഇദ്ദേഹത്തെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് വളരെ കോൺസ്പിക്വസ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻ്റാണ്. ഞങ്ങളും അത്രയും ജാഗ്രത എടുത്തിട്ടാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പുതുതലമുറയെ തന്നെ ഇയാൾ നശിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. തുടർന്നും ഇയാൾക്കെതിരെ ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രതി മാരക ലഹരിമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഇയാൾ MDMA കൂടുതൽ അളവിൽ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിൽ ലഹരി ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് കൊച്ചി. പോലീസിന്റെ ഡി ഹണ്ട് കൊച്ചിയിൽ എത്രത്തോളം ഫലപ്രദമാണ്? മറൈൻ ഡ്രൈവിലെ ലഹരി കച്ചവടക്കാർ ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ന്യൂസ് 18 അന്വേഷണം. നൈറ്റ് ലൈഫും DJ പാർട്ടികളും ലഹരി മാഫിയയുമെല്ലാം അരങ്ങുവാഴുന്ന കൊച്ചി നഗരമാണിത്. രാത്രിയായാൽ അക്രമ സംഭവങ്ങളും പതിവ്. ഈ സമീപ ദിവസങ്ങളിൽ കുടുംബങ്ങളിലും സമൂഹത്തിലും ഭീതി പരത്തി ലഹരിക്കടിമകളായ കുട്ടികളും യുവാക്കളും അഴിഞ്ഞാടുന്നതോടെ പോലീസും എക്സൈസും ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പലയിടങ്ങളിലും റെയ്ഡും പരിശോധനയും നടത്തുന്നുണ്ട്. എന്നിട്ട് കൊച്ചി നഗരത്തിലുൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലഹരി മാഫിയയെ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു അന്വേഷണം നടത്തുകയാണ് ന്യൂസ് 18. കൊച്ചി നഗരത്തിൽ രാത്രിയും പകലും സ്വസ്ഥമായിരിക്കാനും വിനോദസഞ്ചാരത്തിനുമായി ആളുകൾ എത്തിയിരുന്ന സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ്. മുൻപ് ലഹരി മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെയും അക്രമ സംഭവങ്ങൾ ഇവിടെ പതിവായിരുന്നു. എന്നാൽ പിന്നീട് പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. രാത്രി 12 മണിക്ക് ശേഷം പൂർണ്ണമായ നിയന്ത്രണവും ഏർപ്പെടുത്തി. അതോടെ മറൈൻ ഡ്രൈവിൽ ഈ 10 മണി സമയത്തും ഇവിടുത്തെ അവസ്ഥയാണിത്. പൂർണ്ണമായും ഒരു പരിധിവരെയും ജനങ്ങൾ ഒഴിഞ്ഞ അവസ്ഥ. പോലീസിൻ്റെയും GCD ഏർപ്പെടുത്തിയ സെക്യൂരിറ്റി ഗാർഡിൻ്റെയും നിരീക്ഷണം ശക്തമായതോടെ ലഹരി സംഘങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ താവളം മാറ്റിയിരിക്കുകയാണ്. മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായതോടെ 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഈ ക്യൂൻസ് വാക്ക്വേയിലേക്കാണ് ലഹരി സംഘങ്ങൾ ചുവടുമാറ്റിയത്. രാത്രിയും പകലും മാത്രമല്ല, പുലർച്ചെ വരെയും ഇടപാടുകൾ സജീവം. പെൺകുട്ടികൾ ഉൾപ്പെടുന്ന വലിയ സംഘങ്ങൾ പലയിടങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 2 ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതും ഇവിടെ വെച്ചാണ്. കൊച്ചി നഗരഹൃദയത്തോട് ചേർന്ന് ഹൈക്കോടതിയുടെ തൊട്ടു പിൻവശത്ത് മംഗളവനവും ഓൾഡ് റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടുന്ന പ്രദേശമാണിത്. രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണിത്. പെൺകുട്ടികളുമായി യുവാക്കൾ പലയിടങ്ങളിലും പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും വന്നിരിക്കുന്നു. ചിലർ ലഹരി ഉപയോഗിക്കുന്ന കാഴ്ചകളും കണ്ടു. കൊച്ചിയിൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കലൂർ സ്റ്റേഡിയവും പരിസര പ്രദേശങ്ങളും. നിരവധി മാഫിയ സംഘങ്ങൾ ഇവിടെ താവളമടിക്കുന്നുണ്ട്. പരസ്യമായും രഹസ്യമായും ലഹരി വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് പോലീസിന്റെ പരിശോധന. കണ്ണിൽ പൊടിയിടാനുള്ള റെയ്ഡും പരിശോധനയുമല്ല വേണ്ടത്. ലഹരി മാഫിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടിയാണ് അനിവാര്യം. ശ്യാംലാലിനൊപ്പം കൊച്ചിയിൽ നിന്നും ടോം കുര്യാക്കോസ്, ന്യൂസ് 18. ആലപ്പുഴയിൽ
കഞ്ചാവ് കടത്തുകാരുടെ പക്കൽ നിന്ന് റോഡിൽ വീണ കഞ്ചാവ് പൊതി കൈക്കലാക്കിയ ആൾ എക്സൈസിന്റെ പിടിയിലായി. കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ ഏഴുപുന്ന സ്വദേശി മുഹമ്മദ് ആസിഫാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിലാണ് പ്രതിയെ പിടികൂടിയത്. കഞ്ചാവ് കൊണ്ടുവന്നവർക്കായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ആലപ്പുഴ അരൂർ ദേശീയപാതയിൽ എരമല്ലൂർ ഭാഗത്ത് വെച്ചാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച യുവാക്കളുടെ ബാഗിൽ നിന്നും 2.5 കിലോ വരുന്ന കഞ്ചാവ് പൊതി റോഡിലേക്ക് വീഴുന്നത്. പിറകെ സ്കൂട്ടറിൽ വന്ന മുഹമ്മദ് ആസിഫ് വണ്ടി നിർത്തി പൊതി കൈക്കലാക്കുകയായിരുന്നു. കഞ്ചാവ് നഷ്ടപ്പെട്ട യുവാക്കൾ തിരികെ ഇതെടുക്കാൻ ഓടിയെത്തിയെങ്കിലും കഞ്ചാവ് വിൽപ്പനയിൽ മുൻപരിചയമുള്ള ആസിഫ് പാക്കറ്റ് കൊടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് യുവാവ് മടങ്ങിപ്പോയി. കണ്ടുനിന്ന പ്രദേശവാസികൾക്ക് സംശയം തോന്നി സംഭവം നടന്ന സമയത്തെ CCTV ദൃശ്യങ്ങൾ സൈബർ സെല്ലിന് കൈമാറുകയായിരുന്നു. എക്സൈസ് കോഡ് വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് ആസിഫ് പിടിയിലായത്. പാക്കറ്റ് തിരികെ വാങ്ങാനെത്തിയ യുവാവിനോട് പോലീസിനെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മടക്കി അയച്ചതെന്ന് ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു. വീടിന് സമീപത്തു നിന്ന് പിടികൂടിയ പ്രതിയിൽ നിന്നും കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. CI മഹേഷ്, സാബു, മധു, ഓംകാർനാഥ് എന്നീ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇരുചക്ര വാഹനത്തിൽ കഞ്ചാവ് കടത്തിയ യുവാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. മലപ്പുറത്ത് നിന്ന് 2 പെൺകുട്ടികളെ കാണാതായി എന്ന വാർത്ത നെഞ്ചിടിപ്പോടുകൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളികൾ കേട്ടത്. മലപ്പുറം താനൂരിൽ നിന്നും ആരോടും പറയാതെ നാടുവിട്ട പെൺകുട്ടികളെ ഇന്ന് 12 മണിയോടെ തിരികെ എത്തിച്ചു നമ്മുടെ അന്വേഷണ സംഘം. ഇവരെ മഹാരാഷ്ട്രയ്ക്ക് പോകാൻ സഹായിച്ച എടവണ്ണ സ്വദേശിയായ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. രക്ഷിതാക്കളുടെ പരാതിയിലാണ് അറസ്റ്റ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. എടവണ്ണ സ്വദേശി 26-കാരനായ അക്ബർ റഹീമിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രക്ഷിതാക്കളുടെ പരാതിയിലാണ് അറസ്റ്റ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യൽ എന്നീ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പോക്സോ വകുപ്പ് കൂടി ഇയാൾക്കെതിരെ ചുമത്തിയേക്കും. പെൺകുട്ടികളുടെ വിശദമായ മൊഴിയെടുത്തതിനു ശേഷം റഹീമിനെതിരെ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്നത് ആലോചിക്കുമെന്നും താനൂർ പോലീസ് വ്യക്തമാക്കി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പെൺകുട്ടികളെ താനൂർ പോലീസ് ട്രെയിനിൽ നാട്ടിലെത്തിച്ചത്. തുടർന്ന് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുട്ടികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഇവരെ മജിസ്ട്രേറ്റിന് മുൻപിലും WCCയുടെ മുമ്പിലും ഹാജരാക്കിയ ശേഷമാകും രക്ഷിതാക്കൾക്ക് വിട്ടുകൊടുക്കുക. കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യങ്ങളെല്ലാം CWC ആകും തീരുമാനിക്കുക. ന്യൂസ് 18 മലപ്പുറം. വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. എറണാകുളം വൈറ്റിലയിൽ താമസിക്കുന്ന ഡോൺ സൈമൺ തോമസിനെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് നിന്ന് സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. നൈജീരിയയിലും സൗദിയിലും ജോലി വാഗ്ദാനം ചെയ്ത് ബെങ്ങാനൂർ സ്വദേശികളിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് ഈ അറസ്റ്റ്. എറണാകുളം വൈറ്റില തൈക്കുടം സിൽവർ സാൻഡ് ഐലൻഡിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു 57-കാരനായ ഡോൺ സൈമൺ തോമസ്. ഇവിടെ എത്തി സാഹസികമായാണ് വിഴിഞ്ഞം പോലീസ് പ്രതിയെ പിടികൂടിയത്. ബെങ്ങാനൂർ സ്വദേശികളായ അരുൺ, അഭിജിത്ത് എന്നിവരുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. നൈജീരിയയിലും സൗദിയിലും ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പ്രതി പിടിയിലായതോടെ തൃശൂരിൽ നിന്നുൾപ്പെടെ നിരവധി പേർ പരാതിയുമായി വിളിക്കുന്നുണ്ടെന്ന് വിഴിഞ്ഞം SHO R പ്രകാശ് പറഞ്ഞു.
അരുൺ, അഭിലാഷ് എന്നിവരുടെ രണ്ടുപേരുടെ പരാതിയിന്മേലാണ് കേസെടുത്തത്. ഇവരുടെ 1 ലക്ഷം രൂപയിലധികം രൂപ പറ്റിച്ച് കൈക്കലാക്കിയതായിട്ടാണ് പരാതി. പല പ്രാവശ്യം ഇവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അങ്ങനെ കഴിഞ്ഞ 1 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇയാള് വൈറ്റിലയിൽ ഒരു സ്ഥലത്ത് ഒളിവിൽ താമസത്തിലായിരുന്നു. ഇന്ന് പോലീസ് ഇയാളെ പറ്റിയുള്ള വിവരം കിട്ടുകയും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് നൈജീരിയ അബുജയിൽ ഏവിയേഷനിൽ ഗ്രൗണ്ട് സ്റ്റാഫായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലതവണയായി പണം തട്ടിയത്. തുടർന്ന് $2500 ശമ്പളം വാഗ്ദാനം ചെയ്ത് സ്ഥാപനത്തിന്റെ പേരിൽ നിയമന ഉത്തരവും നൽകി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നപ്പോഴാണ് പരാതി നൽകിയത്. 100ഓളം പേർ ഇങ്ങനെ കബളിപ്പിക്കലിന് ഇരയായെന്ന് പോലീസ് സംശയിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ട് ബന്ധപ്പെട്ടവരാണ് തട്ടിപ്പിനിരകളായത്. പ്രതിയുടെ പേരിൽ ഇതര സംസ്ഥാനങ്ങളിലും സമാന കേസുള്ളതായി പോലീസ് പറഞ്ഞു. പല സ്ഥലങ്ങളിലും തട്ടിപ്പ് നടത്തിയ ശേഷം സ്ഥിരമായി ഒരിടത്ത് തങ്ങാതെ മാറി മാറി താമസിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. ഇതര സംസ്ഥാനത്തുൾപ്പെടെ കേസുള്ളതിനാൽ അന്വേഷണം മറ്റ് ഏജൻസികൾക്ക് കൈമാറാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പാലക്കാട് ആലഞ്ചേരിയിൽ രോഗികളായ വൃദ്ധ ദമ്പതിമാരുടെ ആഭരണങ്ങൾ കവർന്ന കേസിൽ ഷൊർണൂർ സ്വദേശിനി പിടിയിലായിരിക്കുന്നു. ഗണേഷ് ഗിരി സ്വദേശി ആയിഷയാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ഇവരുടെ ഭർത്താവ് ഉമ്മർ ഖാനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ആലഞ്ചേരിയിൽ രോഗികളായ ഹക്കീം റാവുത്തർ, നബീസ ദമ്പതിമാരെ പ്രതികൾ 1 വർഷമായി പരിചരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് രോഗാവസ്ഥ മുതലെടുത്ത് മോഷണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നബീസ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം മുക്കുബണ്ടം അണിയിച്ച് ഇവർ കളവ് മറച്ചു. നബീസയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. ഇതോടെ ബന്ധുക്കൾ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. കേസെടുത്ത വിവരം അറിഞ്ഞ് ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് ഉമ്മർ ഖാൻ കടന്നുകളഞ്ഞു. ഇയാളെ തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നാണ് പിടികൂടിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ആയിഷ കുറ്റം സമ്മതിച്ചതോടെയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ആയിഷയുടെ മൊഴിയിൽ ഷൊർണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 2.5 ഗ്രാമോളം തൂക്കമുള്ള ഒരു ജോഡി കമ്മൽ വീണ്ടെടുത്ു. കോടതിയിൽ ഹാജരാക്കിയ ആയിഷയെ റിമാൻഡ് ചെയ്തു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ ASI-മാരായ KA ഡെവി, സേതുമാധവൻ, ASI കമലം, CPO രാധിക എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി കുറ്റകൃത്യങ്ങളുടെ ചില വാർത്തകൾ നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ഭാര്യയുടെ മൊഴിയെടുത്തു. തന്നെ ചെന്താമര നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും സഹികെട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും ഭാര്യയുടെ മൊഴി. മദ്യലഹരിയിൽ കളമശ്ശേരി DIG ഓഫീസിന് നേരെ കല്ലെറിഞ്ഞയാൾ പിടിയിൽ. കോഴിക്കോട് മുക്കം സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. മലപ്പുറത്ത് മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പ്രതികൾ റിമാൻഡിൽ. നരഹത്യാ കേസിൽ പ്രതികളായ മുഹമ്മദ് നിഷാൽ, സുജീഷ്, സിജു എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. സംസ്ഥാനത്തേക്ക് ലഹരിമരുന്നു കടത്തുന്ന സംഘത്തിലെ പ്രധാനി ബംഗളൂരുവിൽ പിടിയിൽ. ആലപ്പുഴ ചാരുമൂട് സ്വദേശി സഞ്ജു R പിള്ളയെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ചാവക്കാട് വ്യത്യസ്ത കേസുകളിൽ MDMA-യുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് ഗുരുവായൂർ കാരക്കാട് ദേശത്ത് ഗോവിന്ദ്, മണത്തല സ്വദേശി സായിദ് അക്ബർ എന്നിവർ. കോഴിക്കോട് ഓമശ്ശേരി പെരുവല്ലി അങ്ങാടിക്ക് സമീപം പട്ടാപ്പകൽ മോഷണം. യുവാവിനൊപ്പം ബൈക്കിലെത്തിയ സ്ത്രീ വീട്ടുമുറ്റത്ത് ചാക്കിലാക്കി വെച്ചിരുന്ന കുരുമുളക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ പ്രതികളായ കേസുകളും ഏറുകയാണ്. ലഹരിമരുന്ന് കച്ചവടത്തിന് വ്യാപകമായി സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ണൂരിൽ ലഹരിമരുന്ന് കേസിൽ പ്രതിയായ യുവതിയെ കാപ്പ ചുമത്തി നാട് കടത്തി. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശിനി ഫാത്തിമ ഹബീബിയെ നാട് കടത്തിക്കൊണ്ടാണ് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉത്തരവിറക്കിയത്. ഇതിനു പുറമെ കണ്ണൂരിൽ MDMA-യുമായി യുവാവും യുവതിയും അറസ്റ്റിലായി.
താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ്, പാപ്പിനിശ്ശേരി സ്വദേശി അനാമിക സുദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. പാലക്കാട് 50 കിലോയോളം കഞ്ചാവുമായി പിടിയിലായ സംഘത്തിലും ഒരു യുവതിയുണ്ട്. ട്രെയിനിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ബംഗാൾ സ്വദേശികളായ സജൽ ഹൽദർ, ലൗലി മലാക്കർ എന്നിവരാണ് പിടിയിലായത്. സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലൂന്നി സമൂഹം ഒന്നടങ്കം മുന്നേറുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ നിന്നൊഴിഞ്ഞു നിൽക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സ്ത്രീകൾക്കുമുണ്ട്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.